വർത്താനം പറയത്തുള്ളൂ. ഉടങ്ങാനും ചുണ്ടുകൂടി കിടക്കട്ടെ. എന്താണ് കറിയ? ഇത് ഞാൻ ആർക്കെങ്കിലും കൊടുക്കണമെന്ന് വിചാരിക്കായിരുന്നു. എന്റെ റോസിനെയും ഇതിട്ട് നടക്കുന്ന കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായില്ല. അതെന്നാലാണോടാ മോനെ? 2 സിൽക്ക് സാരിയും ജമ്പറും ഒക്കെ ഉണ്ട്. ഇതൊക്കെ എന്നത്തിനാണ് എന്റെ കൈ തരണത്? ഞാനിത് വെച്ചിട്ട് എന്ത് ചെയ്യാനാ? മേരിക്കുട്ടി കൊടുത്തേക്കും. സാരിയുടെ കൂടെ കൊടുക്കാനുള്ള 2 പാവാടയുണ്ട്. നല്ല സാരി മതിയടി. പല്ലവയുടെ മുതല് കണ്ടപ്പോ പെണ്ണിന്റെ ഒരു തുള്ളല്. ഇത് കൂടി പെട്ടി വെച്ചേക്കും. കർത്താവേ, ഇത് പൊന്നാണല്ല. ഇത് എന്റെ മരിച്ചുപോയ ഭാര്യയുടെ. അങ്ങനെയാണെങ്കിൽ ഇത് കറിയായുടെ വീട്ടിലിരിക്കില്ലേ? വിശ്വസിച്ച് അവിടെ എങ്ങനെ വച്ചിട്ട് പോകും? പോകുന്നിടത്തൊക്കെ കൊണ്ടു നടക്കാൻ പറ്റുമോ? പിള്ളേരുടെ അപ്പച്ചനോടൊന്നും ചോദിക്കാതെ. തോമാച്ചനോട് ഞാൻ പറഞ്ഞോളാം. ശരി, കറിയായിക്ക് നിർബന്ധമാണെങ്കിൽ. അപ്പോഴേ തോമ, ഈ മീനിന്റെ വില പറ. ഓ, എന്നാ വില മുതലാളി? മുതലാളിക്ക് 2 മീൻ തരുന്നതിന് കൊച്ച മൈനെടുത്ത് അപ്പുറത്തോട്ട് കൊണ്ടുപോയാട്ടെ. എന്നാ തോമയുടെ ഇഷ്ടം പോലെ. നീ ഇത് എടുത്തോണ്ട് പോയി വല്ല വറുക്കുകയോ ഒരിക്കോ ഒക്കെ ചെയ്, വല്ലതൊക്കെ ചെയ് പോ. അപ്പോഴേ തോമ, പുറമ്പോക്കിലെ താമസമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? അങ്ങനെ നടക്കണു മുതലാളി. തോമയ്ക്ക് മുതലാളിയോട് ഒരു സങ്കടം പറയാനുണ്ടായിരുന്നു. എന്തോന്നാ? തോമയുടെ മോക്ക് ഒരു കല്യാണ ആലോചന വന്നിട്ടുണ്ട്. കൊള്ളാം, നടക്കട്ടെ. ഒരു 500 രൂപ സ്ത്രീധനം വേണമെന്നാ അവര് പറയണേ. മുതലാളി ഒരു 500 രൂപ തന്ന് സഹായിക്കണം. ഇവിടുത്തെ കൂലിപ്പണി തന്ന് അത് വീട്ടാ, അല്ലെങ്കിൽ ഒരു നോട്ട് എഴുതാൻ. നോട്ടും പത്രം ഒന്നും വേണ്ട തോമ. തോമ കല്യാണം ഉറപ്പിച്ചോ? പണം എപ്പോഴാണോ ആവശ്യം അപ്പൊ എന്നെ ഒന്ന് കണ്ടാലോ. ഈ ഉപകാരം തോമ മറക്കത്തില്ലേ? ഇതിലൊക്കെ എന്തോന്നിരിക്കുന്നു തോമ. തോമ പൊയ്ക്കോ. പണം ആവശ്യമുള്ളപ്പോ ഇങ്ങോട്ട് വന്നാ മതി കേട്ടോ. അറിയേ എന്റെ കർത്താവേ, ഇത് ആരാണ്? തോമാച്ചനാ? കുറച്ച് മീന്. മീനാ? ഇതെവിടെയാണ്? ഞാൻ വീശാൻ പോകും. ഒത്തിരി മീൻ കിട്ടി. ഒരു വിധം നിനക്ക് തരാന്ന് വിചാരിച്ചു. വരട്ടെ. തോമാച്ചന് അങ്ങോട്ട് പോവാണോ? നീ പോണം. ഇങ്ങോട്ട് വാ. ഞാൻ കുളിച്ചു വന്നില്ല, രാവിലെ ഇറങ്ങിയതാ. ഇങ്ങോട്ട് വന്നിട്ട് പോ തോമാച്ച. തിടുക്കമുണ്ടെന്നേ. ഇങ്ങോട്ട് വന്നിട്ട് പോവാനേ. വാ തോമാച്ച. നിർബന്ധം. തോമാച്ചന്റെ ഇങ്ങോട്ടേക്ക് ഞാൻ ഇപ്പൊ വന്നേക്കാം. ഞാൻ ഇച്ചിറ മീൻ കൊണ്ട് തന്നതിന് ഇതൊക്കെ എന്തിനാണെന്നറിയേ? മീനിന്റെ കാര്യം പോകട്ടെ, 100-300 രൂപ വിലയുള്ള എന്റെ കണ്ണമ്മേനെ രക്ഷിച്ച തോമാച്ചനെ ഞാൻ എന്നാ തന്നാ മതിയാകും. തോമാച്ചനെ ഒന്ന് സൽക്കരിക്കാൻ വേണ്ടി ഞാൻ അന്ന് മുതൽ കാത്തുവെച്ചോണ്ടിരിക്കുന്നതാണ്. അങ്ങോട്ടിരിയന്നേ, ഇതൊന്ന് കുടിച്ചേ. എന്നിട്ട് ഈ അപ്പം കോഴിയിറച്ചിയും കൂടെ ഒന്ന് തിന്നേ. കാണട്ട്, ഇന്ന് വൈകുന്നേരം ചുട്ട അപ്പമാണ്. ചൂട് മാറി കാണുകയില്ല. തിന്നണേനെ കൊണ്ടൊന്നുമില്ല. പക്ഷേങ്കില് ഈ ചാരായം കുടിച്ചെന്ന് തറതി അറിഞ്ഞാ. ഓ, ഇത്തിരി ചാരായം കുടിച്ചെന്ന് വെച്ച് തറതി എടുത്ത് വഴക്കൊന്നും ഉണ്ടാക്കാൻ വരികയില്ല. ദേ, ഇതങ്ങാണ്ട് കുടിച്ചേ. നല്ല ഒന്നാന്തരം നാടൻ സാധനമാ തോമാച്ച. മരുന്നിട്ട് മാറ്റിയതാ. നീർക്കെട്ടിനൊക്കെ ഫസ്റ്റാ. അങ്ങോട്ട് കുടിക്കേ. ആണുങ്ങളായ ഇത്തിരി കള്ളും ചാരായം ഒക്കെ കുടിച്ചെന്നിരിക്കും. അതിനൊക്കെ പെണ്ണുങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ തുടങ്ങിയ എങ്ങനെയാണ്? പക്ഷെ തറവിയുടെ പോക്കൊന്ന് വേറെ. അവൾക്ക് എന്ത് കണ്ടാലും കരിയ. അത് ശരീരപ്രകൃതത്തിൻ്റെതായിരിക്കും. അതല്ല മറിയേ, അവൾക്ക് ഒന്നിനും മേല. വലിവല്ലേ അവൾക്ക്. അയ്യോ പാവം. ഇതും കൂടെ അങ്ങോട്ട് കുടിച്ചിട്ട് ആ ഇറച്ചി അങ്ങോട്ട് വാരത്തില്ല.
ഇവ സാധനം ഫസ്റ്റാ പറയേ. എന്താണ് കൊണ്ടാ? കൊള്ളുന്നുണ്ട്. അല്ല ഇതും കൂടെ അങ്ങാട്ട് ചെല്ലട്ടെ. ഇപ്പ എങ്ങനെ ഇരിക്കണ്? നല്ല സുഖം, കറങ്ങണം. ഞാൻ പറഞ്ഞില്ലേ നീർക്കെട്ടിന് 1-ാം തരവാ. എടി മറിയേ, നീ ഇങ്ങോട്ട് വാ, ഞാൻ അടുത്തോട്ട് വാ. എന്നതാണ് തോമാച്ച? നിന്റെ മേത്ത് എന്നതാ നീ മണക്കുന്ന? ഞാനിന്ന് വൈകുന്നേരത്താണ് കുഴമ്പ് പുരട്ടി കുളിച്ചത്, അതിന്റേതായിരിക്കും. ആ പറഞ്ഞ പോലെ ഇങ്ങനെ ഇരുന്നാ മതിയാ? പിന്നെന്നാ വേണം? കുറച്ചും കൂടെ ഒഴിയല്ലേ? വേണ്ട, ഇത് തന്നെ കൂടുതലാ. അല്ലെങ്കിലും വീട്ടിൽ പോകണ്ടേ? ഓ അത് സാരമില്ലെന്നേ. അല്ലെങ്കിൽ തന്നെ ഒരു ദിവസം ഇപ്പൊ വീട്ടിൽ പോയില്ലെങ്കിൽ എന്താണ്? വീട്ടിൽ പോകാണ്ട് അപ്പോ ഞാനും ഒരു മനുഷ്യത്തി അല്ലേ തോമാച്ച? തോമാച്ചൻ പിന്നെ ഇത്ര പേടിക്കണത് എന്നാത്തിനാണ്? എനിക്ക് മര്യാദ പേടിയില്ല. തറതി എങ്ങാനോ ഇതറിഞ്ഞാ അതെങ്ങനെ അറിയാനാണെന്നേ? തോമാച്ചൻ പറയാതിരുന്നാ മതി, ഞാൻ ഒട്ടും പറയുകയില്ല. എന്നാ പിന്നെ എന്നാ ഇതുകൂടെ അങ്ങോട്ട് കുടിയല്ലേ? നീ കൂടെ കൂടി, അല്ലാണ്ട് ഒരു രസവുമില്ല. തോമാച്ചൻ പകുതി കുടിച്ചിട്ട് ഇങ്ങോട്ട് താ. എടാ കുരുത്തം കേട്ടവനെ, പോയി കിടന്ന് ഉറങ്ങാം. ചെല്ലു മറിയേ, ആ കൊച്ചിനൊന്ന് ഉറക്കി കിടന്നു. ഉറങ്ങിക്കോളും. തോമാച്ചൻ അവിടെ ഇരിക്കണ്ടേ? പോയി കിടന്ന് ഉറങ്ങടാ, കറക്കത്ത് കേട്ടവനെ. അവനെ വഴക്ക് പറയാതെ മറിയേ, പാവം കൊച്ച്. തോമാച്ചൻ പോവുകയാണോ? നീ കൊച്ചിനെ ഉറക്കി കിടത്ത്, എന്നെ കാത്ത അമ്മിണി ഉറങ്ങാതിരിക്കും. ഞാൻ പോട്ടെ. ഉറങ്ങാൻ കണ്ട ഒരു നേരം. അപ്പ കാച്ചനുള്ള കാലം ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയാനാണോ വിചാരിച്ചേക്കണേ? എന്നൊന്നുമില്ല, കർത്താവ് എന്തെങ്കിലും നിശ്ചയിച്ചിട്ടുണ്ടാവും. എല്ലാം അവിടുത്തെ നിശ്ചയം പോലെ നടക്കും. ഇല്ലാണ്ട് മനുഷ്യരാശിക്കണത് വല്ല നടക്കാൻ പോണുണ്ട. ആണുങ്ങളില്ലാത്ത പ്രതികരിക്കുന്നത് അപ്പുറത്തെ കറിയാച്ചേട്ടനാണ് അപ്പച്ച. കറിയാച്ചേട്ടനാണ് അപ്പച്ച. ഓ, നമ്മുടെ ലൂക്കാലിയാ ഇത്. എന്താണ് കറിയ ഈ നേരം ഇങ്ങോട്ട്? ദേ വിവരക്കേട് പറയണ കേട്ടില്ലേ? ഉണ്ണാൻ വിളിച്ചു വരുത്തേച്ചും ചോദിക്കുന്ന വർത്താനം കേട്ടില്ലേ? ആ, ഞാൻ അതങ്ങ് മറന്നുപോയി. നീ ക്ഷമിച്ചേരാ കറിയ. എടാ ലൂക്കാലി, നീ അങ്ങ് ക്ഷമിച്ചേരാ. അങ്ങനെ മേരി വീണ്ടും വന്നു. ഞാൻ ഈ തൊട്ടിയെടുക്കാൻ വന്നതാണ്. ഞാൻ പറഞ്ഞത് മേരി വെള്ളം കോരാൻ വന്ന കാര്യമാണ്. മേരി വന്നതല്ല, ഞാൻ വരുത്തിയതാണ്. മേരി, അയ്യോ, ഇവിടെ ആരെങ്കിലും വെള്ളം കോരാൻ വരും. അതുകൊണ്ടെന്താ, നമുക്കിവിടെ നിന്ന് സംസാരിച്ചുകൂടെ? മേരിയെ കാത്ത് കാത്ത് എത്ര ദിവസം ഞാനവിടെ നിന്നറിയാമോ? ഒരു ദിവസം പോലും ഒന്നു വരാൻ തോന്നിയില്ലല്ലോ. അവിടുത്തെ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ പറഞ്ഞിട്ടാ. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നലെ രാത്രിയിൽ ഒരു പാമ്പിനെ തല്ലിക്കൊന്ന് ആ കിണറ്റിൽ കൊണ്ടുവന്നിട്ടത്. നിന്നെ കാണാതെ ഒരു നിമിഷം പോലും കഴിഞ്ഞുകൂടുവാൻ എന്നെ കൊണ്ടാവില്ല. മേരി, നീ എന്റേതാണ്, നീ എന്റേത് മാത്രമാണ്. ഒന്ന് പതുക്കേടടി, അമ്മച്ചിയുടെ തല പുഴുത്തിരിക്കണം. പറക്കത്ത് കേട്ടത് പേരെടുക്കാൻ പറഞ്ഞപ്പോ തലകുത്തി പൊട്ടിക്കണം. പിന്നെ അങ്ങനെ പേരിന്റെ കൂടെ മനുഷ്യനെ കൂടെ കുത്തി കൊല്ലണ താഴെണിച്ചു പറക്കത്ത് കേട്ടത്. അമ്മണി കൊച്ചേ, നിനക്ക് പേന വേണന്റെ ഇങ്ങോട്ട് പോരാ അമ്മൂമ്മയുടെ തലയിലോട്ട്. അവക്ക് വലുവിന്റെ കാലിയ. അതെ, അങ്ങാടിയില് പോണിച്ചു. മേരിയേ, മേരിക്കുട്ടി, എന്നാണ് മറിയേ? പള്ളിയിൽ പോകുമ്പോ ഇതിലേ വരണമെന്ന് മേരി പറഞ്ഞിരുന്നു. അവൾ അങ്ങാട് പോയി. മറിയതാ അങ്ങാടി, അവിടെ വെള്ളം കോരാൻ പോയിരിക്കുകയാണ്. ഞാനിവിടെ ഇരിക്കാം. അമ്മച്ചി, ഞാനും ഇതിന്റെ കൂട്ടത്തെ പള്ളിയിൽ പോട്ടെ?
നമുക്ക് രണ്ടുപേർക്കും കൂടി വൈകുന്നേരത്തെ കുർബാനയ്ക്ക് പോകാമെന്ന് പറഞ്ഞില്ലായിരുന്ന? പിന്നെയും പിന്നെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? വൈകുന്നേരം പോകുന്നതും കാലത്തെ പോകുന്നതും ഒന്നുപോലെ അല്ലേ ചേട്ടത്തി? ഇപ്പോഴാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചേർന്നൊരു ശേലിന് അങ്ങനെ പോവുകയും ചെയ്യാം. ഞാൻ ഈ പെടുന്ന പാട് നീ കണ്ടില്ലയോ മറി? ഈ വലിയും വെച്ചോണ്ട് എനിക്ക് അവിടെ വരെ നടക്കാൻ മേല. വൈകുന്നേരം ആവുമ്പോ ഒരു കുറവ് കിട്ടും. പറഞ്ഞതുപോലെ ഈ വലിവിങ്ങനെ വന്നും പോയി നിൽക്കുകയാണോ ചേട്ടത്തി? ഒന്നും പറയണ്ട എന്റെ മറി. കൊച്ചി വെച്ച് കറുത്തവാവ് അടുക്കുമ്പോഴെങ്ങാനും ഒരു വലിയ ഉണ്ടാകുമായിരുന്നു. പുറമ്പോക്കി വന്ന പിന്നെ തോന്നുമ്പോഴൊക്കെയാണ്. ആ എന്നാ തണുപ്പിന്റേതായിരിക്കും. എടി മറിയേ, അവക്ക് മേലെങ്കി അവള് വരണ്ടാടി. ഞാൻ കൂടെ വരാൻ പള്ളിയിലോട്ട്. എന്റെ പൊന്നമ്മച്ചി, എന്റെ കൂടെ ഒന്നും വരണ്ട. അമ്മച്ചീനെ കൊണ്ട് പോയിട്ട് വരുമ്പോ നേരെ വിരട്ടും. കടയിലാണെങ്കിൽ ആള് വന്നോണ്ടിരിക്കുക. അത്ര വലിയ ആള് വരവാണെങ്കിൽ പിന്നെ നീ എന്നാതിനാണടി ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ആഹാ, വേരി വന്നല്ല. പള്ളി പോകണ്ടേ? നിന്റെ മുഖത്ത് മുഖത്തെന്താ ഒരു പൂതിയളക്കം? ഓ പിന്നെ ഒരു സ്ഥിതി കണ്ടില്ലേ? കറിയാച്ചേട്ടന്റെ സാരി ഉടുത്തോണ്ട് പോണത് ഓർത്തിട്ടാ. അപ്പുറത്ത് താരകാരുതി. ഇതേപ്പറ്റി കറിയായ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടാ. ഞാൻ നോക്കിയിട്ട് കറിയായിക്കും മേരിക്കും നല്ല ചേർച്ച. എനിക്കത് നേരത്തെ തോന്നി മറി. ഞാനത് പെണ്ണിന്റെ അപ്പനോട് പറയുകയും ചെയ്തു. പറഞ്ഞ പക്ഷേ എങ്കിൽ പൂത്താടത്ത് തോമാന്റെ മോളെ രണ്ടാം കെട്ടുകാരന് കൊടുക്കരുതെന്നാണ് അത് ഞാൻ പറയുന്നത്. എനിക്ക് പിന്നെ എന്നാ ചെയ്യാൻ നോക്കും? രണ്ടാം കെട്ടുകാരനാണെന്നും പറഞ്ഞു കാത്തു വെച്ചോടി. കൊടുക്കാൻ പെണ്ണ് നൂറാം കെട്ടുകാരന്റെ കൂടെ പൊക്കോളും. എനിക്കിത് കേട്ടിട്ട് എന്റെ ഇറച്ചി കുറച്ച് കയറുന്നു കേട്ടാ. വേണ്ട വേണ്ട, ഇറച്ചി പറപ്പിക്കാൻ പറ്റും വേണ്ട. അത് അവിടെ കിടന്ന് എന്തെങ്കിലും പറഞ്ഞോട്ടെ. നീ നമുക്ക് പോവാ. എന്താണ് ഇങ്ങനെ നോക്കുന്നേ? ഇതൊക്കെ നല്ലതുപോലെ ചേരുന്നുണ്ടല്ലേ ചേട്ടത്തി? നിങ്ങൾ പള്ളി പോകാൻ നോക്കി. ഈ ബ്ലൗസിന് വലിയ ഇറുക്കമാണല്ലേടി പെണ്ണെ? അതെ, ഇവിടെ കുറച്ച് ഇറുക്കവാ. ഇനി ഇറുക്കവും മുറുക്കവും ഒക്കെ കൂടിക്കൂടി വരികയേ ഉള്ളൂ അല്ലേ ചേട്ടത്തി? അത് വിധം പറയാൻ നിങ്ങൾ പള്ളി പോണെങ്കിൽ പോകാൻ നോക്കിനെ. പടി പെണ്ണെ. നീ എന്താടി വഴിക്ക് വന്ന് നിൽക്കുന്നത്? ചേച്ചി, ഒരു എഴുത്താ. ആര് തന്നു? കറിയാച്ചേട്ടൻ തന്നതാ. ചേച്ചി പള്ളിയിൽ നിന്ന് വരുമ്പോ ആരും കാണാണ്ട് തരണമെന്ന് പറഞ്ഞു. കറിയാച്ചേട്ടൻ എനിക്ക് ഇത്തിരി മുട്ടായി തന്നു ചേച്ചി. എന്നിട്ട് എവിടെയാണ് എഴുത്ത്? ഇത് ആരോടെങ്കിലും പറഞ്ഞോ? അമ്മച്ചി കൂടെ അറിയാതിരിക്കാനല്ലേ ഞാൻ ഇവിടെ വന്നിരുന്നത്. നീ ആരുടെടുത്തും പറയരുത് കേട്ടോ. ചേച്ചി മുട്ടായി വാങ്ങിച്ചു തരാം. എന്റെ കരളിന്റെ കരളായ മേരിക്കുട്ടിക്ക് ഇങ്ങനെ എഴുതിയത് കൊണ്ട് എന്നോട് വിരോധം തോന്നരുത്. മേരിക്കുട്ടിനെ കണ്ടത് മുതൽ ഞാൻ എല്ലാം മറന്നിരിക്കുകയാണ്. കർത്താവാണ് മേരിക്കുട്ടിനെ എനിക്ക് കാണിച്ചു തന്നത്. ഞാൻ നാടൊരുപോലെ ലൂക്കാലിയും വിറ്റ് നടന്നവനാണ്. ഇപ്പോ എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. ഞാൻ ഉണ്ടാക്കിയ പൊന്നും രൂപയും എല്ലാം മേരിക്കുട്ടിക്കുള്ളതാണ്. മേരിക്കുട്ടി ഇല്ലാതെ എനിക്കിനി ജീവിക്കാൻ ഒക്കില്ല. എനിക്ക് മേരിക്കുട്ടിയോട് ഒത്തിരി കാര്യം പറയാനുണ്ട്. മേരിക്കുട്ടിക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഇന്ന് രാത്രി എല്ലാവരും ഉറങ്ങിയിട്ട് പുറത്തു വരണം. ഞാൻ കാത്തു നിൽക്കാം. വരുമെങ്കിൽ ശരിയെന്ന് മാത്രം അമ്മണിയോട് പറഞ്ഞയക്കുക. വന്നാലും വന്നില്ലെങ്കിലും ഞാൻ കാത്തു നിൽക്കും എന്ന് പാവപ്പെട്ടക്കറിയാം. എന്നതാണ് ചേച്ചി എഴുതിയിരിക്കുന്നത്? സാരിമാലയും തന്ന കാര്യമൊക്കെ എഴുതിയിട്ടുണ്ടോ? എന്നോട് പറയില്ലേ? ഞാൻ ആരോടും പറയില്ലേ ചേച്ചി? ചേച്ചി പിന്നെ പറയാം. വാ മോളെ. നീ ഇതുവരെ എവിടെ ഇരുന്നടി? ഞാൻ പള്ളിയിൽ പോയിരിക്കല്ലായിരുന്നോ? അതിന് ഇത്രയും താമസിക്കണ? വല്ലാന്റെയും